നമ്മൾ കുറേ ദിവസം വീട്ടിൽ നിന്ന് വിട്ട് നിന്നിട്ട് പിന്നീട് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോണ സമയത്ത് നമ്മളെ വീട്ടിൽ എത്തണം തന്നെയല്ല, നമ്മൾ ഹോം ടൗണിലൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സമാധാനം, വല്ലാത്തൊരു സന്തോഷം കിട്ടലുണ്ട്. ഇപ്പം എനിക്കൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു നെയിം ബോർഡ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര സമാധാനമൊക്കെ കിട്ടലുണ്ട്. അതുപോലെ ഞാനൊരു ഇതേപോലെ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, കാറ്റടിച്ചിട്ട്. ആ സമയത്ത് ഞാൻ ഉണർന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് തുറന്നെടുക്കുന്ന ജനലെല്ലാം അടച്ചിട്ടിട്ട് എന്നെ പുതപ്പിച്ചടത്തിയിട്ട് എനിക്ക് തണുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആൾ പോയി. ആളുടെ ഉറക്കം ബ്രേക്ക് ചെയ്തിട്ടാണ് ഇടയിൽ വന്നിട്ട് നമ്മളെ കുറിച്ച് കൺസേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സെക്യൂരിറ്റിയും ഈ ഒരു സേഫ്റ്റി നമുക്ക് ലോകത്ത് എവിടെ പോയാലും കിട്ടൂല. അതുപോലെ നമ്മുടെ വീട്ടിലത്തെ ബാത്റൂമിൽ കുളിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ പല പല കാര്യങ്ങൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ലോകത്തെ എത്ര ലക്ഷൂറിയസ് ബാത്റൂംസ് യൂസ് ചെയ്താലും, എത്ര വലിയ വലിയ ഹോട്ടൽസിൽ കിടന്നുറങ്ങിയാലും, വേറെ കംഫർട്ട് പ്ലേസസ് കണ്ടെത്തിയിട്ട് അവിടെ നിന്നാൽ പോലും നമുക്ക് ഈ ഒരു സെക്യൂരിറ്റിയും ഈ ഒരു സേഫ്റ്റി ഒന്നും ഒരിക്കലും കിട്ടൂല. ഇതിനെ പലരും പറഞ്ഞത് ഇത് നമ്മളെ ഹോം സിക്നെസ് ആണ്, നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള പ്രശ്നമാണ്, അതുപോലെ തന്ത വൈബാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുമായിരിക്കും, അല്ലെങ്കിൽ അതിനെ കളിയാക്കുമായിരിക്കും. ബട്ട് എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു ഫീലിന് വേണ്ടിയിട്ട് ഞാൻ ക്രേവ് ചെയ്യുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു ബ്രേക്ക് ദിസ്.